Hello dear students, welcome to my channel Physics for You. ഇന്ന് ഞാനോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആൻ ഓസിലേറ്റർ. ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആൻ ഓസിലേറ്റർ എന്ന് പറയും. അപ്പോൾ ആ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഓസിലേറ്ററിൻ്റെ ഓസിലേറ്റിംഗ് എബിലിറ്റി കാണിക്കുന്ന ഒരു ഫാക്ടറാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഓസിലേറ്റർ എത്ര പ്രാവശ്യം റെസ്റ്റിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്വിലിബ്രിയം പൊസിഷൻ അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറാണ് ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിന് ഡാമ്പിങ് കുറവായിരിക്കണം. നേരത്തെ ഉള്ള വീഡിയോകളിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഓസിലേറ്റേഴ്സിൻ്റെ ഒരു ഓസിലേറ്റിംഗ് കേപ്പബിലിറ്റി കാണിക്കുന്ന ഒരു ഫാക്ടറാണ് നമ്മൾ ഈ പറയുന്നത് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ബോഡി ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഡാമ്പിങ് കുറവായിരിക്കണം. സോ നമുക്ക് ക്വാളിറ്റി ഫാക്ടറിന് അങ്ങനെയും പറയാം, ദാറ്റ് ഇറ്റ് ഷോസ് ദ ലാക്ക് ഓഫ് ഡാമ്പിങ് ഓഫ് ആൻ ഓസിലേറ്റർ എന്നും പറയാം. ഇറ്റ് ഷോസ് ദ ലാക്ക് ഓഫ് ഡാമ്പിങ് ഓഫ് ആൻ ഓസിലേറ്റർ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് ആൻ ഓസിലേറ്റർ to oscillate a number of time before it attains the equilibrium position. റെസ്റ്റിൽ വരുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം ബോഡി ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറാണ് ക്വാളിറ്റി ഫാക്ടർ. ദാറ്റ് മീൻസ് അപ്പോൾ ബോഡിയിൽ ഡാമ്പിങ് കുറവാണെങ്കിലാണ് കൂടുതലായിട്ട് ഓസിലേറ്റ് ചെയ്യുക. ദാറ്റ് ഷോസ് ക്വാളിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ, if we say that the oscillating body is having a high quality factor, then it indicates that the body is having low damping. ഡാമ്പിങ് ലോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ ഡാമ്പിങ് ലോ ആയിരിക്കും. ക്വാളിറ്റി ഫാക്ടർ ലോ ആണെങ്കിൽ ഡാമ്പിങ് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, this quality factor can be defined as 2 pi times the ratio of energy stored to the energy loss per period എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. 2 pi times, അതായത് 2 pi into energy stored by energy loss in one period അല്ലെങ്കിൽ energy loss per period എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷനാണിത്. ക്വാളിറ്റി ഫാക്ടറിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് 2 pi times എനർജി സ്റ്റോർഡ് ബൈ എനർജി ലോസ് പെർ പീരിയഡ്. ഓക്കെ, നമുക്കിനി ഇതിനൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. സോ അപ്പോൾ നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ 1 പീരിയഡ് കണ്ടുപിടിക്കണം. സോ വി ഹാവ് ഡാംഡ് ഓസിലേറ്റർ ആണെങ്കിൽ നമുക്കറിയാം ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു A0 e raised to minus k into t sin omega t plus 5 എന്നാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടിയത്, അല്ലേ? ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ലോ ഡാമ്പിംഗ് കണ്ടീഷൻ, അതായത് അണ്ടർ ഡാമ്പിംഗ് കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്നതാണ് എക്സ് ഇസ് ഈക്വൽ ടു A0 e raised to minus k into t sin omega t plus 5 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടും. അവിടെ ഈ A0 e to the power e raised to minus k into t എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്, അല്ലേ? അപ്പോൾ സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് ഗിവ്സ് ദ എനർജി. ദാറ്റ് ഈസ് A0 സ്ക്വയർ e raised to minus 2 into kt എന്ന് പറയുന്നതാണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ A0 സ്ക്വയറിന് നമുക്ക് ഇനിഷ്യൽ എനർജി E0 എന്ന് കൊടുക്കാം. സോ ദാറ്റ് E0 e raised to minus 2k into t ആണ് എനർജി ടേം എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു A0 e raised to മൈനസ് ഓഫ് ടി അവിടെ ഉണ്ട്. ആൻഡ് ഈ 2k എന്ന് പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത് 1/2 ആണ്, വിച്ച് ഇസ് റിലാക്സേഷൻ ടൈം. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതാണ്. 2k is equal to 1/2 എന്നൊക്കെ നമ്മൾ നേരത്തെ
ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ പറയുന്ന സമയത്ത് അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ എനർജി എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു E0 e⁻t/2 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എനർജി ഡിസിപ്പേഷൻ ആണെങ്കിൽ പവർ ഡിസിപ്പേഷനാണ് നമുക്ക് വേണ്ടത്. ഒരു പീരിയഡിൽ എത്രമാത്രം എനർജി ലോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ആ പവർ ഡിസിപ്പേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പവർ ഡിസിപ്പേഷൻ P, പവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനർജി ബൈ ടൈം ആണ്. അപ്പോൾ ഇവിടെ ഡിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് എനർജി ആണ്. ഓക്കെ, സോ P is equal to -d/dt ഓഫ് E എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ -dE/dt. ഇറ്റ് ഷോസ് the average power dissipation. It shows the average power dissipation. It is a negative of the rate of change of energy നമുക്ക് കൊടുക്കാം. സോ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ dE/dtയെ ഈ E നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് E0 e⁻t/2 എന്ന E0 എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. e⁻x നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e⁻x തന്നെ കിട്ടും. ഇൻറ്റു ഈ -t/2 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -1/2 വിത്ത് റെസ്പെക്ട് ടു ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു -1/2 കിട്ടും. അത് തന്നെ ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് E0 e⁻t/2 അഗെയിൻ അത് നമുക്ക് E ആണെന്ന് അറിയാം അല്ലേ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് E/2. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ആൻഡ് -dE/dt ഒരു മൈനസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോയിട്ട് ബാക്കി നമുക്ക് E/2 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഈ കിട്ടിയ പവർ P എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ എനർജി ഡിസിപ്പേഷൻ ഇൻ യൂണിറ്റ് ടൈം ആണ്. P is equal to E/2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർ എ പീരിയഡ് T ദ പവർ ഡിസിപ്പേഷൻ ഇസ് P ഇൻറ്റു T. യൂണിറ്റ് ടൈമിന് P ആണെങ്കിൽ T പീരിയഡിൽ T ടൈമിൽ P ഇൻറ്റു T. So we can write it as ET/2 എന്ന് എഴുതാം. ET/2. അപ്പോൾ നമുക്ക് പവർ ഡിസിപ്പേഷൻ കിട്ടി. ഒരു T പീരിയഡിൽ ഒരു പവർ ഡിസിപ്പേഷൻ നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് ET/2. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ക്യൂ ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ എഴുതുവാണെങ്കിൽ 2π ടൈംസ് എനർജി സ്റ്റോറിനെ ഞാൻ E എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ എനർജി ലോസ് ഇൻ 1 പീരിയഡ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ദാറ്റ് ഇസ് ET/2. ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇയും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കിയുള്ളത് 2π/t ഞാൻ ഒരുമിച്ച് എഴുതി ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്ററിൽ 1/2 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ 2 അങ്ങ് മുകളിലേക്ക് പോവും. ഇൻറ്റു 2 എന്ന് എഴുതാം. നൗ വാട്ട് ഈസ് 2π/t? ഇറ്റ് ഇസ് ആംഗുലാർ ഫ്രീക്വൻസി. ഇവിടെ അത് നാച്ചുറൽ ഫ്രീക്വൻസി ω0 ആണ്. ω0 ഇൻറ്റു tau എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, where ω0 is the natural frequency which is in radians per second. Natural frequency in radians per second. And tau എന്ന് പറയുന്നത് നമുക്കറിയാം റിലാക്സേഷൻ ടൈമാണ്. tau എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം. So we get the mathematical expression for the Q factor as Q is equal to ω0 into tau എന്ന് കിട്ടും. ഇതാണൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്ക് പീരീഡ് തരുവാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. സോ ഹിയർ tau എന്ന് പറയുന്ന റിലാക്സേഷൻ ടൈം ആണ്. അപ്പോൾ tau is equal to 1 ആയി കഴിഞ്ഞാൽ Q is equal to ω0 എന്നാവും അല്ലേ. നമുക്ക് ω0 ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എഴുതാം. ദാറ്റ് ഈസ് 2πf0 ഇൻറ്റു tau എന്ന് എഴുതാം. 2πf0 ഇൻറ്റു tau. ഹിയർ f0 ഈസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഞാൻ ഈ കിട്ടിയ എക്സ്പ്രഷനെ Q is equal to 2πf0 ഇൻറ്റു tau എന്ന് പറയുന്ന എക്സ്പ്രഷനെ ഞാൻ 2π കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ Q/2π എന്നാവും. Q/2π വിച്ച് ഇസ് ഈക്വൽ ടു f0 ഇൻറ്റു tau എന്നാവും അല്ലേ. അപ്പോൾ f0 ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ Q/2π is equal to f0 into tau എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ tau സെക്കൻഡ്സ്. അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈമിൽ അയാൾ എന്തുമാത്രം ഓസിലേറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ tau is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആസ് ഈക്വൽ ടു Q/2π എന്ന് കൊടുക്കാം.
ഒരു യൂണിറ്റ് ടൈമിൽ അത് എത്ര നമ്പർ ഓഫ് ഓസിലേഷൻസ് കാണിക്കുന്നു. അതല്ല F0 ഇൻറ്റു ടോ എന്നുണ്ടെങ്കിൽ ടോ 1 അല്ല എങ്കിൽ ഇറ്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡ്യൂറിങ് ദ റിലാക്സേഷൻ ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, കൺക്ലൂഡ് ചെയ്യാം ദാറ്റ് ദ സിസ്റ്റം മേക്സ് Q/2π oscillations when the energy റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈമാണ്, വിച്ച് ഇസ് ദ ടൈം ടേക്കൺ ടു റെഡ്യൂസ് ടു 37% അല്ലെങ്കിൽ 1/e ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ എനർജി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ Q/2π ഓസിലേഷൻസ് അത് ടോ ടൈമിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം ക്യാൻ മേക്ക് Q/2π ഓസിലേഷൻസ് when the energy is reduced to 37% of its initial value. Okay, for example നമുക്ക് നോക്കാം. ഹിയർ നമ്മൾ നേരത്തെ എഴുതിയതാണ് Q/2π എന്ന് പറയുന്നത് ω0 ഇൻറ്റു ടോ by 2π which is equal to F0 into tau. That is, F0 is the number of oscillations per second and it gives the number of oscillation. Q/2π gives the number of oscillations. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയേ, നമുക്കിപ്പോൾ ബോഡിയുടെ Q ഫാക്ടർ 2000 ആണെന്ന് അറിയാമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വയലിൻ സ്ട്രിങ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു ആൻഡ് അതിൻ്റെ ക്വാളിറ്റി ഫാക്ടർ 2000 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ്, അതായത് ആ സ്ട്രിങ് എന്തുമാത്രം വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു Q/2π, 2000/2π ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ പൈ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒരു 318 വൈബ്രേഷൻസ്, 318 വൈബ്രേഷൻസ് അത് പോകുന്നുണ്ട് ഇൻ ദ റിലാക്സേഷൻ ടൈം അല്ലേ. 318 വൈബ്രേഷൻസ് before its energy reduces to 37% of its initial value എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ 2000 എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ, ഒരു ഓസിലേറ്റിംഗ് ബോഡിയുടെ ക്വാളിറ്റി ഫാക്ടർ 2000 ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആ ബോഡി 2000/2π, ക്വാളിറ്റി ഫാക്ടർ Q ആണല്ലോ, Q/2π, അപ്പോൾ 2000/2π, അതായത് അത്രയും വൈബ്രേഷൻസ് അത് പെർഫോം ചെയ്യുന്നുണ്ട് ബിഫോർ ഇറ്റ് കംസ് ടു എ റെസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ റിലാക്സേഷൻ ടൈം എന്ന് നമുക്ക് പറയാം. 1000 ആണെങ്കിലോ, ക്വാളിറ്റി ഫാക്ടർ 1000 ആണെങ്കിൽ, ഇപ്പോൾ വയലിൻ സ്ട്രിങ്ങിൻ്റെ ക്വാളിറ്റി ഫാക്ടർ 1000 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് ഓസിലേഷൻസ്, ആ സ്ട്രിങ്ങിൻ്റെ നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1000 ഡിവൈഡഡ് ബൈ 2π, അതായത് 500/π, ഏകദേശം 160 വൈബ്രേഷൻസ് അത് പെർഫോം ചെയ്യുന്നുണ്ടാവും ബിഫോർ ഇറ്റ്സ് എനർജി കംസ് ടു 37% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി ഫാക്ടറാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് വെദർ ആ ഓസിലേറ്റിംഗ് ബോഡിയുടെ ഡാമ്പിങ് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ, ആദ്യം ഞാൻ പറഞ്ഞു ക്വാളിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ ഡാമ്പിങ് ലോ ആയിരിക്കും, ക്വാളിറ്റി ഫാക്ടർ ലോ ആണെങ്കിൽ ഡാമ്പിങ് ഹൈ ആയിരിക്കും. ഓക്കെ, if the damping is small then the energy lossum വളരെ ചെറുതായിരിക്കും and the system can oscillate for a long time എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, this is equivalent to the fact that Q factor is high. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഡാമ്പിങ് കുറവാണെങ്കിൽ ബോഡിക്ക് ഒരുപാട് സമയം ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ക്വാളിറ്റി ഫാക്ടർ ഇസ് ഹൈ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്ന് കളക്ട് ചെയ്ത് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് ലാക്ക് ഓഫ് ഡാമ്പിങ് ഓഫ് എൻ ഓസിലേറ്റർ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഫാക്ടർ ഇസ് ഹൈ. ഇഫ് ദ ക്വാളിറ്റി ഫാക്ടർ ഇസ് ഹൈ ദാറ്റ് മീൻസ് ദാറ്റ് ദ ഓസിലേഷൻ ഇസ് ലൈറ്റ്ലി ഡാംപ്ഡ്, അല്ലെങ്കിൽ സ്മോൾ ഡാമ്പിംഗ് ആണെന്ന് നമുക്ക് പറയാം, ലോ ഡാമ്പിംഗ് ആണെന്ന് നമുക്ക് പറയാം. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ സിസ്റ്റം പെർഫോംസ് ഹൗ മെനി ഓസിലേഷൻസ്? Q/2π ഓസിലേഷൻസ് ഡ്യൂറിങ് ദ റിലാക്സേഷൻ ടൈം എന്ന് നമുക്ക് പറയാം. ദെൻ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് ദ ക്വാളിറ്റി ഫാക്ടർ ഇസ് ഹൈ the body can oscillate large number of times during the relaxation time. That is, higher the quality factor, larger number of oscillations the system performs during relaxation time. അപ്പോൾ ഇതാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം
ഒരു 2 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ 2 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഡെഫിനിഷൻ എന്തായാലും വേണം. ഈ 2π ടൈംസ് എനർജി റേഷ്യോ ഓഫ് എനർജി സ്റ്റോർഡ് ടു ദ എനർജി ലോസ് പെർ പീരിയഡ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി എനർജി ടേം. അതിൽ നിന്ന് നമുക്ക് പവർ ഡിസിപ്പേഷൻ കണ്ടുപിടിച്ചു. പവർ ഡിസിപ്പേഷനിൽ നിന്ന് നമ്മൾ ഒരു പീരിയഡിൻ്റെ പവർ ഡിസിപ്പേഷൻ കണ്ടുപിടിച്ചു. ദെൻ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ കിട്ടി, വിച്ച് ഇസ് Q is equal to ω0 into tau. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 മാർക്സിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷനും അത് കഴിഞ്ഞ് Q is equal to ω0 tau എന്ന് പറയുന്ന കാര്യം എഴുതണം. ദെൻ F0 ഡിവൈഡ് ബൈ 2π ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഓസിലേഷൻസ് കിട്ടും എന്നുള്ള കാര്യവും പറയണം. അപ്പോൾ ഇത് നമ്മുടെ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലുള്ള ക്വാളിറ്റി ഫാക്ടറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ക്വാളിറ്റി ഫാക്ടർ നമുക്ക് പറയാം. അപ്പോൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ഡാമ്പിങ് കാരണം, ഡിസിപ്പേറ്റീവ് ഫോഴ്സ് കാരണം ബോഡി സീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഡ്രിവൺ ഫ്രീക്വൻസി നമ്മളോട് കൊടുക്കും. അപ്പോൾ ആ ഡ്രിവൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡ്രിവൺ ഫ്രീക്വൻസി P ആണ്. ഓക്കെ, അപ്പോൾ P ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൊടുക്കാതെ ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഡ്രൈവിംഗ് ഫ്രീക്വൻസി നമ്മൾ P കൊടുക്കുന്നു അല്ലേ. അപ്പോൾ P ഇല്ല എങ്കിൽ ആ ബോഡിയുടെ ആംപ്ലിറ്റ്യൂഡ്, വിത്തൗട്ട് P ബോഡിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A ആണ്. ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ക്വാളിറ്റി ഫാക്ടറാണേ. ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ക്വാളിറ്റി ഫാക്ടർ പറയുമ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൊടുക്കുന്നു. ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഇല്ലാതെ വിത്തൗട്ട് P ബോഡി ഹാസ് എ ആംപ്ലിറ്റ്യൂഡ് ഓഫ് A. ഇനി നമ്മൾ വിത്ത് P, അതായത് നമ്മൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴാണോ ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും സെയിം ആകുന്നത് ആ സമയത്ത് ബോഡി ഓസിലേറ്റ്സ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അതായത് ആംപ്ലിറ്റ്യൂഡ് അറ്റ് P ഈസ് ഈക്വൽ ടു 0, ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഇല്ലാത്തപ്പോൾ ഉള്ള ആംപ്ലിറ്റ്യൂഡും ഉണ്ട്, ആൻഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വിച്ച് ഇസ് അറ്റ് P. അപ്പോൾ ഈ 2 ആംപ്ലിറ്റ്യൂഡ് ടേംസ് നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഡിഫൈൻ ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആസ് Q ഈസ് ഈക്വൽ ടു A max ഡിവൈഡഡ് ബൈ A അറ്റ് P ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ A മാക്സിനെ നമ്മൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. A max ക്യാൻ ബി റിട്ടൺ ആസ് F0 ഡിവൈഡഡ് ബൈ 2K ω0. ആ എക്സ്പ്രഷനൊക്കെ അതിൽ പോയി മനസ്സിലാക്കുക. ഡിവൈഡഡ് ബൈ അറ്റ് P ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് F0 ഡിവൈഡഡ് ബൈ ω0 സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു F0 ക്യാൻസൽ ചെയ്ത് പോവും, ഒരു ω0 ക്യാൻസൽ ചെയ്ത് പോവും, ഈ ω0 അങ്ങ് മുകളിൽ പോവും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ω0 ഡിവൈഡഡ് ബൈ 2K എന്ന് എഴുതാം. എഗെയിൻ നമുക്ക് എന്ത് തന്നെ കിട്ടി, ω0 ഇൻറ്റു ടൗ എന്ന എക്സ്പ്രഷൻ തന്നെ നമുക്ക് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലും കിട്ടി. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിലും ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിലും ഫൈനൽ എക്സ്പ്രഷൻ രണ്ടിനും സെയിം തന്നെയാണ്. ദറ്റ് ഇസ് ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു ω0 ഇൻറ്റു ടൗ. ω0 എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഓസിലേറ്റർ ആണ്, ആൻഡ് ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ്, ആൻഡ് ക്വാളിറ്റി ഫാക്ടർ ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദ ബോഡി ഓസിലേറ്റ്സ് ഡ്യൂറിങ് ദ റിലാക്സേഷൻ ടൈം. ഓക്കെ,